മികച്ച അഭിപ്രായങ്ങൾ നേടുന്നതിനൊപ്പം ബോക്സ് ഓഫീസിലും ഇപ്പോൾ മലയാള സിനിമകൾ വമ്പൻ കളക്ഷനാണ് നേടുന്നത്. ഇപ്പോഴത്തെ ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം മലയാള സിനിമകൾ നേടുന്ന കളക്ഷന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മോഹൻലാൽ ചിത്രങ്ങൾ ലിസ്റ്റിൽ മുന്നിലെന്ന പ്രത്യേകതയുമുണ്ട്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എമ്പുരാനാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്. ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 68.20 കോടിയാണ് സിനിമ വാരിക്കൂട്ടിയത്. കേരളത്തിൽ നിന്ന് മാത്രം 14 കോടിയോളമാണ് എമ്പുരാന്റെ കളക്ഷൻ. കേരളത്തിൽ നിന്ന് 86 കോടി നേടിയ സിനിമ ആഗോള ബിസിനസ് വഴി 325 കോടിയാണ് സ്വന്തം പേരിലാക്കിയത്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മരക്കാറാണ് രണ്ടാം സ്ഥാനത്ത്. 20.40 കോടിയായിരുന്നു സിനിമയുടെ ആഗോള ആദ്യ ദിന കളക്ഷൻ. 2021 പുറത്തിറങ്ങിയ മരക്കാറിന് സംതൃപ്ത പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ആന്റണി പെരുമ്പാലും, സി.ജെ. റോയും സന്തോഷ് കുരുവിളയും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ദിലുവും കലാസംവിധാനം സാബു സറീലും നിർവഹിച്ചു. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പാണ് മൂന്നാം സ്ഥാനത്ത്. 19.20 കോടിയാണ് സിനിമയുടെ ആഗോള ആദ്യദിന കളക്ഷൻ. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ കഥയെ ആസ്പദമാക്കിയാണ് ശ്രീനാഥ് ചിത്രം ഒരുങ്ങിയത്. ഇന്ദ്രജിത്ത്, സണ്ണി വെയ്ൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 81 കോടിയായിരുന്നു സിനിമയുടെ ആഗോള ഫൈനൽ കളക്ഷൻ. മോഹൻലാലിന്റെ ഒടിയൻ, തുടരും എന്നിവയാണ് ലിസ്റ്റിൽ മറ്റ് സിനിമകൾ. ഒടിയൻ 18.10 കോടി നേടിയപ്പോൾ തുടരും 17.18 കോടി സ്വന്തമാക്കി. മമ്മൂട്ടിയുടെ ടർബോയും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 16.20 കോടിയാണ് ടർബോയുടെ ആദ്യദിന കളക്ഷൻ നേട്ടം. പൃഥ്വിരാജിന്റെ ആടുജീവിതം 16.04 കോടി നേടിയപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം കളങ്കവൽ 15.66 കോടി സ്വന്തമാക്കി. ദുൽഖർ ചിത്രം കിങ് ഓഫ് കൊപ്പ 15.50 കോടിയാണ് ആദ്യദിനം നേടിയത്. അഭിലാഷ് ജോജി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത്. മോശം പ്രതികരണം നേടിയ സിനിമ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്.